പരിശോധന നടത്തുന്നത് എങ്ങനെയാണെന്ന് ബി.ജെ.പി എങ്ങനെയാണ് സ്മൃതി മറുപടി പറയുക? ബി.ജെ.പി മറുപടി പറയണമല്ലോ. അതെങ്ങനെയാണ്? അങ്ങനെ പറയരുത്. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ വന്നു എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നു എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ടല്ലോ. നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. പഴയ രൂപത്തിലാണോ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്ക് ആരോപണം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. എനിക്കിപ്പോ അതിനകത്ത് അല്ലല്ല, അത് നിങ്ങളുടെ ധാരണ. ഞാനിപ്പോ താങ്കളെ മനസ്സിലാക്കണമെന്ന് പറയാമോ യുവരാജ് ഗോകുൽ? താങ്കൾ മാറി നിന്ന് അതിനോടൊന്ന് പ്രതികരിക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്താവാകണ്ട, മാറി നിന്നൊന്ന് അതിലെ ന്യായങ്ങളൊന്ന് വിശദീകരിക്കാമോ? പ്രതിപക്ഷത്തെ നേതാക്കൾ വരുന്ന വാഹനത്തിൽ മാത്രം പരിശോധന. ഇന്ന് ജയറാം രമേശ് പറയുകയാണ്, എന്റെ വാഹനവും പരിശോധിച്ചു, എന്റെ ഷേവിംഗ് ക്രീമും പേസ്റ്റും എടുത്തോണ്ട് പോയിന്ന്. അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഷേവിംഗ് ക്രീമും പേസ്റ്റും ആവശ്യം ഉണ്ടായിരിക്കും. അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ? എന്നെ പറയാൻ സമ്മതിക്കൂ സ്മൃതി. അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങും മുമ്പ് നിങ്ങൾ ബേളം വെച്ചുകൊണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാ? 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ നിന്ന് മാത്രം ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചിരിക്കുന്ന 23 കോടി രൂപയാണ്. അതിന്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാശുണ്ടെന്നേ. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 17 കോടി രൂപയാണ് കേരള അസംബ്ലി ഇലക്ഷനിൽ മാത്രമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ. എല്ലാ രാഷ്ട്രീയക്കാരുടെയും പൈസ ഉണ്ടാവുന്നേ. തമിഴ്നാട്ടിൽ നിന്ന് 499 കോടി രൂപ, 500 കോടി രൂപയാണ് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൈസ ഉണ്ടാവുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടേത് മാത്രം എന്നുള്ളതൊന്നുമില്ല. ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് എന്റെ വണ്ടി എത്ര തവണ പിടിച്ചു നിർത്തിയിട്ട് അവര് നോക്കുന്നുണ്ട്. എല്ലാവരുടെയും വണ്ടികൾ അവര് വാഹനം പരിശോധിച്ച് നോക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാഹനം അത് ഹെലികോപ്റ്റർ ആകട്ടെ അല്ലെങ്കിൽ കാർ ആകട്ടെ, അത് പരിശോധിക്കുന്നതിൽ നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, ബി.ജെ.പി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ബി.ജെ.പി നേതാക്കളുടെയും ബി.ജെ.പിക്കാരുടെയും ഒക്കെ സമുന്നതരായ നേതാക്കളുടെ അമിത്ഷാജിയുടെ വാഹനം ഉൾപ്പെടെ എത്രയോ തവണ പരിശോധിച്ചിരിക്കുന്നു. അതിനകത്തൊക്കെ ഇത് പരാതി പറഞ്ഞിട്ട് തീർച്ചയായിട്ടും വണ്ടി പോകുന്ന സമയത്ത് സമയം മുതൽ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വായിച്ച വാർത്തകളാണ്. ഞാനിപ്പോ എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. സ്മൃതി ഇപ്പൊ ഞാൻ ഇതൊക്കെ അന്ന് വായിച്ചു പോയ ഓർമ്മകളാണ്. അല്ല എനിക്കിപ്പോ വന്നിട്ട് കൃത്യമായ ഡേറ്റ് ഏത് സമയം ഏത് എന്നൊക്കെ പറയാൻ കഴിയുമോ? എന്റെ അറിവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാഹനങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട്. അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവുമില്ല. രാഹുൽ ഗാന്ധി ഒരു MP ആണ്, ഒരു പാർട്ടിയുടെ MP മാത്രമാണ്. എംപിമാരുടെ വാഹനങ്ങളൊക്കെ ഇവിടെ പരിശോധിക്കുന്നുണ്ട്. ഭരണപക്ഷത്തെ ഏതൊക്കെ നേതാക്കളുടെ വാഹനം പരിശോധിച്ചു? ഇഷ്ടം പോലെ പരിശോധിച്ചിട്ടുണ്ടോ? ഞങ്ങളാരും പരാതി പറയാൻ വരാത്തത് കൊണ്ട് അത് അല്ല, വരേണ്ട കാര്യമില്ല. അതിനകത്തൊരു വിവാദം ഉണ്ടാക്കിയാലല്ലേ അതിനകത്ത് വാർത്ത വരേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് പൊതുജനങ്ങളുടെ ആവട്ടെ, രാഷ്ട്രീയക്കാരുടെ ആവട്ടെ, നേതാക്കളുടെ ആവട്ടെ വാഹനങ്ങൾ പരിശോധിക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക ഒരു കാര്യമാണ്. അതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയും ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ടെന്നേ. അപ്പൊ ഞങ്ങൾ പോയിട്ട് അതിനെ വാർത്തയാക്കാനോ ഞങ്ങൾ അതിനെ വിവാദമാക്കാനോ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. അപ്പോഴല്ലേ അത് വാർത്തയാവുകയുള്ളൂ. ഇത് വാർത്തയാക്കേണ്ട കാര്യമല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് മഞ്ജു വാര്യരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു. അവസാനം അവരെല്ലാവരും അവരോട് സെൽഫി എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കണ്ടു. അത് അങ്ങനെ ഒരു സംഭവം ആവുന്ന സമയത്താണ് അത് വാർത്തയാവുന്നത്. അവർ സെൽഫി എടുത്തു, അവർ ഫേസ്ബുക്കിൽ ഇട്ടു, ഉടനെ അത് വാർത്തയാവുന്നു. അല്ലാണ്ട് ഇതിനകത്തൊക്കെ വിവാദം കണ്ടെത്തുന്നത് എപ്പോഴാണ്? പരാതി ഉണ്ടാകുമ്പോഴാണ്. തടഞ്ഞുകൊണ്ട് പരിശോധന പരിപാടി തന്നെ എന്നിട്ട് വൈകുകയായിരുന്നു. പ്രതിപക്ഷത്തെ നേതാക്കളെ അപമാനിക്കാനുള്ള ഒരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടോ? കെ സുരേന്ദ്രൻ ഞാൻ പറയട്ടെ സ്മൃതി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ പലതവണ ക്യാമ്പയിനിങ്ങിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണോ അവിടെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഉണ്ടാവാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഇന്നും വളരെ വ്യക്തമായിട്ട് ഓർമ്മയുള്ളതാണ്. ഒരു നേതാവിന്റെ പേര് പറയാനാണ് പറഞ്ഞത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് തന്നെ ആ തരത്തിലുള്ള നയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്തൊക്കെ അനാവശ്യമായിട്ട് പരാതി പറയുന്നയിടത്താണ് ഈ പ്രശ്നം നടക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും വലിയ അഴിമതി ഈ NDA സർക്കാരാണ് നടത്തിയതെന്ന വാദം പ്രതിപക്ഷം അതിശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ ഇതിനകം പുറത്തു വന്നതാണ്. കോടതി ആവശ്യപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങളാണല്ലോ. ബി.ജെ.പി വാങ്ങിച്ചിരിക്കുന്നത് കോടതി ആവശ്യപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങളാണല്ലോ നമ്മളെല്ലാവരും വായിച്ചത്. അഴിമതി ഉണ്ടെങ്കിൽ അത് പറയണ്ടേ? അല്ല ചുമ്മാ അല്ല സ്മൃതി
ആയിക്കോട്ടെ സ്മൃതി, വായിച്ചു എന്ന് ഞാൻ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. BJP പക്ഷെ അതിനകത്ത് അഴിമതി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ അഴിമതി എന്താണെന്ന് പറയണം. അല്ലാണ്ട് റിപ്പോർട്ട് പുറത്തു വിട്ടു BJP ഇത്ര വാങ്ങി, ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ച വഴി എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞല്ലോ. എങ്ങനെയാണ്, എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ED അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ED നടപടി എടുക്കുമെന്ന് പറഞ്ഞവർ തൊട്ടു പിന്നാലെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു, BJPയെ സഹായിക്കുന്നു. എത്ര കേസുകളാണ്, എത്ര പേരുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്? സ്മൃതി, അത് BJPക്ക് ഏതാണ്ട് 8,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എത്ര കമ്പനികൾ ഉണ്ടാവും സ്മൃതി? അങ്ങനെ 14 കമ്പനികൾ. ED അന്വേഷണത്തിന് വലയിലിരുന്ന 14 കമ്പനികൾ. 3000-ലധികം ED റെയ്ഡ് നടത്തിയ 14 കമ്പനികൾ. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, 14 അല്ല 16 കമ്പനി. 14 അല്ല 16 കമ്പനികൾ. മൊത്തം 42 കമ്പനികളാണ് ED അന്വേഷണവുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, ഞാൻ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കമ്പനി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. 3000-ലധികം കമ്പനികളില് 3000-ലധികം റെയ്ഡുകള് ED നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. 2014 ശേഷം ഇങ്ങോട്ട് 3000-ലധികം റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വെറും 14-16 കമ്പനിയുടെ കയ്യിൽ നിന്നല്ലേ മേടിച്ചിട്ടുള്ളൂ. വെറും 14-16 കമ്പനിയുടെ കയ്യിൽ നിന്ന്. നിങ്ങൾ പറയുന്ന പോലെ 3000 കമ്പനിയുടെ വാങ്ങിച്ചിരുന്നെങ്കിൽ, പോട്ടെ 1500 വാങ്ങിച്ചിരുന്നെങ്കിൽ, 1000 വാങ്ങിച്ചിരുന്നെങ്കിൽ, 500 വാങ്ങിച്ചിരുന്നെങ്കിൽ, 100 കമ്പനിയുടെ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നെങ്കിൽ ഓക്കെ. BJP ഒരുപാട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടാവും. ഈ 10-15 അതുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPM-ന്റെ 16 കമ്പനിയിൽ നിന്ന് മാത്രമല്ലേ വാങ്ങിയുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. പറയുന്നത് പോലെ ED-യെ വിട്ട് റെയ്ഡ് ചെയ്യിച്ചിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ 3000 കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ED-യെ വിട്ട് റെയ്ഡ് ചെയ്യിച്ചിട്ട് പൈസ മേടിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ 3000-ലധികം പൈസ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അവർ ക്ലീൻ ചിറ്റാണ്, പിന്നെ നടപടിയൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല പറയുന്നത്. മദ്യനയ അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് പിന്നീട് മാപ്പുസാക്ഷിയാകുന്നത്? അദ്ദേഹം മാപ്പുസാക്ഷിയാകാൻ തയ്യാറായതുകൊണ്ട്. അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയിരിക്കുന്നത് ആ വിഷയത്തിലൊന്നുമല്ല. കവിത അകത്ത് കിടക്കുന്നുണ്ടല്ലോ. കവിത അകത്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? വാക്കിന്റെ ബലത്തിലൊന്നുമല്ലോ. അവരുടെ ഫോൺ റെക്കോർഡ് ഉൾപ്പെടെ പരിശോധിക്കുമ്പോ അവര് ഡൽഹി മദ്യനയ കേസിൽ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണല്ലോ കവിത അകത്ത് കിടക്കുന്നത്. ഇപ്പോഴും കവിതയ്ക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രൈമ ഫേസി എവിഡൻസ് ഉണ്ട് എന്ന് തന്നെയാണല്ലോ. അപ്പൊ കാശ് കൊടുത്തയാൾ അകത്ത് പോയി കഴിഞ്ഞാൽ കാശ് വാങ്ങിച്ചയാൾ അകത്ത് പോണ്ടേ? ഇതെല്ലാം ഇലക്ട്രോണിക് എവിഡൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഈ പറയുന്ന ചാറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോ എന്റെ അറസ്റ്റ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയപ്പോഴും കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കെതിരെ പ്രൈമ ഫേസി എവിഡൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡൽഹി പോലും അയാൾക്കെതിരെ അയാൾക്കൊപ്പം നമുക്കറിയാലോ, പണ്ട് ആം ആദ്മി പാർട്ടി ഒരു സമരത്തിന് വിളിച്ചു കഴിഞ്ഞാൽ 10,000-ങ്ങളുമാണ് തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി കേസുകൾ ഏത് രൂപത്തിലാണ് കോടതി അത് പരിഗണിക്കുകയെന്നും ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് താങ്കൾക്കും അറിയാം. യുവരാജ് ഗോകുൽ മറുപടി പറയാം. ഈ കരുവന്നൂരിൽ കുറ്റവാളികളെന്ന തെളിയും മുമ്പ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അതെങ്ങനെയാണ് ഈ നിക്ഷേപകർക്ക് തിരിച്ചു നൽകുക? അതിന്റെ ഒരു നിയമ രീതി ഒന്ന് വിശദീകരിക്കാമോ? ഇന്നത്തെ അനിലക്കരയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോൺഗ്രസ് BJP-യിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാരനല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വെപ്രാളമാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പണം തട്ടിച്ചതാരാണ്? CPM ആണ്. അത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ 1 രൂപ അവിടെ ഇട്ട 1 രൂപ ഇപ്പുറത്ത് ഇടണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വഴിപാട് പോലെ എടുത്തിരിക്കുന്നതാണ്. അതായത് CPM-ന്റെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ പിടിച്ചിട്ട് BJP-ക്ക് വിട്ട് എന്തെങ്കിലും പറയുക. ശ്രീ അനിലക്കര, എനിക്ക് മനസ്സിലാകാത്തോണ്ട് വയ്ക്കുകയാണ്. താങ്കൾ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടോ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മലയാള ട്രാൻസ്ക്രിപ്റ്റ് എന്റെ കയ്യിലുണ്ട്. താങ്കൾ പറയുന്ന ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇതിനകത്ത് എവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ എന്ന് എനിക്ക് മനസ്സിലാകുന്നതല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ CPM മുഖ്യമന്ത്രി നുണ പറയുകയാണ്. പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നൽകുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ അഴിമതി കേസിൽ മോദി സർക്കാരാണ് അന്വേഷണം നടത്തിയത്. ഇതുവരെ ഈ കേസിൽ തട്ടിപ്പുകാരുടെ 90 കോടി രൂപ ED പിടിച്ചെടുത്തു. ഇപ്പോഴും വിഷയത്തിൽ നിയമജ്ഞരുമായി ഞാൻ ചർച്ച നടത്തുകയാണ്. പിടിച്ചെടുത്ത 90 കോടി എങ്ങനെ പാവങ്ങൾക്ക് വിട്ടുകൊടുക്കാമെന്നാണ് ചർച്ച ചെയ്യുന്നത്. കരുവന്നൂരിൽ സഹകരണ കൊള്ളയിൽ വഞ്ചിതരായവർക്ക് പണം തിരികെ നൽകാൻ സാധ്യമായതെല്ലാം തങ്ങൾ ചെയ്യും. ഇതിന്റെ അകത്ത് എവിടെയാണ് അദ്ദേഹം നേരിട്ട് പോയിട്ട് ED നേരിട്ട് പണം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് താങ്കൾക്കൊന്ന് പറയാമോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 90 കോടി രൂപ ഇതിനോടകം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2,
ഈ പണം എങ്ങനെയാണ് തിരിച്ചു വിതരണം ചെയ്യുക എന്നുള്ള കാര്യം നിയമജ്ഞരുമായി ചർച്ച നടത്തുകയാണ്. നിയമത്തിന്റെ ഏത് രീതിയിലൂടെ കൃത്യമായിട്ട് പൈസ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇഡി കോടതിയിൽ പറഞ്ഞതിനും പ്രശ്നമുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ നേരിട്ട് കൊടുക്കുക? ഇഡി എങ്ങനെയാണ് പറഞ്ഞത് നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്ന്? അല്ലല്ല ഇഡി സ്മൃതി, ഞാൻ ഇഡിയുടെ വക്താവല്ല. ഞാൻ പ്രധാനമന്ത്രി പ്രതിദാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചോദിച്ച ചോദ്യം പ്രധാനമന്ത്രി ഇതെങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അതിന് മാത്രമാണ് എനിക്ക് മറുപടി പറയാൻ കഴിയുക. ഇഡി കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഡി അതിൻ്റെതായ വഴി അവര് കണ്ടെത്തുന്നുണ്ടാവും. ഇഡി എന്താണ് ചെയ്യുക എന്ന് പറയാനുള്ള നിയമപരമായ പരിജ്ഞാനം എനിക്കില്ല. കാരണം അവർ ഇഡിയും കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്ന വിഷയമാണ്. അവർക്ക് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അവർക്ക് അത് മൂവ് ചെയ്യാനുള്ള വഴി ഉണ്ടാവും. അപ്പൊ അവരത് ആ വഴിക്ക് അതിൻ്റെ അകത്ത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് 90 കോടി രൂപ ഇതിനോടകം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ അറ്റാച്ച് ചെയ്ത പൈസ പാവങ്ങൾക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ നിയമജ്ഞരുമായിട്ട് ചർച്ച നടത്തുകയാണ്. ചർച്ച നടത്തി നമ്മളൊരു വേ ഔട്ട് കണ്ടുപിടിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ മലയാളം ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അനിലക്കര എന്താണ് മനസ്സിലാക്കിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. പിന്നെ കുറച്ചു നേരത്തേക്ക് അനക്കമേ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പിന്നീട് അതിന് വേഗം വെക്കുകയാണ്. ഇതിലൊരു പല അന്വേഷണങ്ങൾ ഇഡിയുടെ പല സ്ഥലങ്ങളിലുള്ള ഈ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്താകെയുള്ള ഇഡിയുടെ അന്വേഷണങ്ങൾക്കൊക്കെ ഈ സമാനമായ സ്വഭാവമുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അഴിമതിക്കാരാണെന്നും കുഴപ്പക്കാരാണെന്നും മാത്രം വരുത്തി തീർക്കാണ്. പ്രതിപക്ഷത്തുള്ളവർ മാത്രമാണ്, ഭരണപക്ഷത്ത് ആരുമില്ല, ആർക്കും അഴിമതിയില്ല. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ വരെ പെട്ടെന്ന് പരിശോധന നടത്തുകയാണ്. അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കളുടെ വാഹനങ്ങൾ, പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരുമ്പോഴൊക്കെ അതിനൊരു പരിശോധന നടത്തുന്നത്?